അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സൂപ്പാണ് കേട്ടോ. നിങ്ങൾ എന്നോട് പറയാറില്ല സൂപ്പ് ചെയ്യാറില്ല. അപ്പൊ സൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ നാടൻ സൂപ്പാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ അജിത് ചേച്ചി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന സൂപ്പാണ്. ഇപ്പോഴും അച്ഛൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടി അരച്ചെടുക്കും. പക്ഷെ അത് അച്ഛന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ക്ലിയർ സൂപ്പാണ് ചെയ്യുന്നത്. അപ്പൊ ചേച്ചി എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞേ? ഇത് വാടത്തേക്ക് വാള് പേടിച്ചിട്ട് ക്യാരറ്റ് ബീൻസ് തക്കാളി കാബേജ് കുറച്ച് ചീരയുടെ അല്ല. പിന്നെ ചേച്ചി വേറെ എന്തൊക്കെ എടുക്കാറുണ്ടല്ലോ? മുരിങ്ങക്കായ. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് ഒക്കെ ഇടാൻ തോന്നുന്നു അതൊക്കെ ഇട്ടോളൂ. മഷ്റൂം ആണെങ്കിൽ മഷ്റൂം ഇടാം. അപ്പൊ അത് വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറും. കുമ്പളങ്ങ ഇടാറുണ്ടല്ലേ സാധാരണ? ഒരു കഷ്ണം വേണമെങ്കിൽ കുമ്പളങ്ങ ഇടാം. അപ്പൊ നമ്മുടെ അച്ഛനമ്മയ്ക്കും മാത്രമല്ല കുട്ടികൾക്കും ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് ബലം കിട്ടട്ടെ എന്ന് വെച്ചാൽ. കാരണം പച്ചക്കറികളൊന്നും കുട്ടികൾ കഴിക്കില്ല. ഇവിടെ എന്റെ അച്ഛനും ഭയങ്കര മടിയാണ് പച്ചക്കറിയൊക്കെ കഴിക്കാം. അപ്പൊ ഇതുപോലെ സൂപ്പായിട്ട് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തൊക്കെയാ പച്ചക്കറികൾ വേണ്ടത് അതെല്ലാം അരിഞ്ഞെടുക്കുക. കുറച്ച് മതി കേട്ടോ. തക്കാളി എന്തായാലും വേണം. അപ്പോഴൊരു ചെറിയ പുളിരസം ഉണ്ടാവുള്ളൂ. അതിലോട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ എത്ര വെള്ളം ഒഴിക്കണം ചേച്ചി? ഒഴിച്ചോ. 2 ഗ്ലാസ് വെള്ളം, ഒരല്പം മഞ്ഞൾപ്പൊടി, ഈസി ഇതാണ്. പിന്നെ ഉപ്പിടണോ അതോ കഴിഞ്ഞിട്ടാ? ഉപ്പിട്ടോ. ഉപ്പ് പിന്നെ നമുക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ഇടാവുന്നതേ ഉള്ളൂ. ഉപ്പ് നന്നായിട്ട് വേവണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിലടിക്കട്ടെ. അതിനുശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് എടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 6 വിസിൽ കഴിഞ്ഞിട്ടുണ്ടേ. ചേച്ചി ഞാൻ എന്താ ചെയ്യണ്ടേ? കയ്യിലോണ്ട് നന്നായി ഉടച്ചു കൊടുക്കണം. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഓവറായിട്ട് അങ്ങ് എന്താ പറയാ അലിഞ്ഞു പോവും. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അമ്മയ്ക്കൊക്കെ അങ്ങനെ ഒരുമിച്ച് അടിച്ചു കൊടുത്തിരുന്നു കേട്ടോ, എൻ്റെ അമ്മയ്ക്കൊക്കെ. പക്ഷെ അച്ഛന് ഇഷ്ടമില്ല അങ്ങനെ. അപ്പൊ നമ്മളിത് ചേച്ചി നന്നായിട്ട് കയ്യിലോണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സൂപ്പ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ നോക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി കൂടെ ഉപ്പ് വേണം ചേച്ചി. ചെറിയൊരു പുളിയും ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി താല്പര്യമില്ലെങ്കിൽ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിയർ സൂപ്പ്, ഹെൽത്തി ക്ലിയർ സൂപ്പ്. മുരിങ്ങക്കായ ഇടാറുണ്ട് ഇടയ്ക്ക് അച്ഛനിവിടെ. എന്തൊക്കെയാണ് പച്ചക്കറിയുടെ നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക, ഇഷ്ടമുള്ള പച്ചക്കറികൾ. പിന്നെ കുട്ടികൾ ഇതേപോലെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി അമ്മമാർ കൊടുത്താൽ മതി. ഇതാണ് സൂത്രപ്പണി, ക്ലിയർ സൂപ്പ്. അല്ലെങ്കിൽ അരച്ചു കൊടുക്കുക. അരച്ചു കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്നറിയാം, കട്ട പിടിക്കുന്ന പോലെ. എനിക്ക് ഇഷ്ടമല്ല. അരച്ച് ചേച്ചി കൊടുത്തു കഴിഞ്ഞാൽ ആരും കുടിക്കൂല. പിന്നെ അമ്മയ്ക്ക് നിർബന്ധമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നിരുന്ന പണ്ട്. ഇച്ചിരി ഇട്ടാൽ മതി, അത്രയും വേണ്ട. ഗ്ലാസ് എടുത്തോളൂ കുട്ടി. അങ്ങനെ നമ്മുടെ ക്ലിയർ സൂപ്പ് റെഡി. ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് അങ്ങ് കുടിക്കാം. ചെറിയ ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ അത്ര നന്നായിരുന്നു. ഇവിടെ 11 മണിക്കാണ് അച്ഛനെ സൂപ്പ് കൊടുക്കാറുള്ളത്. 10-11 മണിക്ക്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നേക്കാൾ മുമ്പ് അല്ലെങ്കിൽ ഉണ്ടല്ലോ 12:30 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഊണ് കഴിക്കില്ല, വിശപ്പില്ല എന്ന് പറയും. അപ്പോൾ 10:30-ക്കും 11 മണിക്കുള്ളിൽ കൊടുക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ തക്കാളിയുടെ കളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. എനിക്ക് ചെറിയൊരു പുളി രസമാണ് ഇഷ്ടം, ചിലർക്ക് അധികം പുളി ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കുരുമുളക് പൊടി. ക്ലിയർ സൂപ്പ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ പാരൻസിനും കുഞ്ഞുങ്ങൾക്കും. ചേച്ചിയെ ഇവിടെ മണിയടിക്കാൻ വേണ്ടി ചേച്ചി. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കുക. ചേച്ചിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഹെൽത്തി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്